നമ്മുടെ സംസ്ഥാന ഭരണത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ ഭരണ നേതൃത്വത്തിന് അതിന് നേതൃത്വം കൊടുക്കുന്ന ഓരോ വകുപ്പുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഓരോ IAS ഉദ്യോഗസ്ഥന്മാരാണ്. ഈ IAS ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ വല്ലാതെ ചേരിപ്പോര് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ചേരിപ്പോരിനെ ശക്തമാക്കുന്ന തരത്തിൽ, ആ ചേരിപ്പോരിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇടപെടേണ്ട സർക്കാർ ആ ചേരിപ്പോര് ശക്തമാക്കുന്ന തരത്തിലുള്ള ചില നടപടികളും ഇടപെടലുമാണ് സംസ്ഥാന സർക്കാർ എക്സിക്യൂട്ടീവ് എന്ന തരത്തിൽ ചെയ്യുന്നത് എന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഒരുപക്ഷെ നമ്മുടെ കേരള ചരിത്രത്തിൽ ആദ്യമാണ് ഇത്രയധികം. ഇതിനു മുമ്പൊക്കെ തന്നെ ഭരണത്തിൽ ഇരിക്കുന്ന മന്ത്രിയും ചിലപ്പോൾ വകുപ്പ് സെക്രട്ടറിയും തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് പതിവ്. പക്ഷേ ഇപ്പോൾ ഈ പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത് പല വകുപ്പുകളിലും വകുപ്പ് മേധാവികളും ആ വകുപ്പ് നയിക്കുന്ന മന്ത്രിയുടെ ഓഫീസും മന്ത്രിയുമായിട്ടും ഒന്നും ഒരു വ്യക്തതയില്ലാത്ത, അതിൽ അടുപ്പമില്ലാത്ത, അതല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയുള്ള രീതിയാണ് കാണുന്നത്. ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഇരിക്കുമ്പോൾ പ്രധാനമായിട്ടും ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിൽക്കണം, ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതലയാണ് ഈ ഓരോ വകുപ്പിലെയും മേധാവികൾക്കുള്ളത് എന്നത് ശരി തന്നെയാണ്. അത് ഗവൺമെന്റിന്റെ നയമനുസരിച്ച് തന്നെയാണ് ഓരോ വകുപ്പ് മേധാവിയും പ്രവർത്തിക്കേണ്ടത്. പക്ഷേ ആ നയം അനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ചില ചട്ടങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്, ചില കീഴ്വഴക്കങ്ങളുണ്ട്. പിന്നെ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഉണ്ടാകേണ്ട നിയമപരമായ സാങ്കേതികത്വമുണ്ട്. ഇതൊന്നും തന്നെ കണക്കിലെടുക്കാതെ തോന്നുന്നപടി ഉത്തരവിറക്കുക, തോന്നുന്നപടി നടപടികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുക, ഇതൊക്കെ IAS ഉദ്യോഗസ്ഥന്മാരിൽ വല്ലാത്ത സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. പല IAS ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റിന്റെ ഇത്തരം ചെയ്തികൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആദ്യമൊക്കെ നേരിട്ട് പറഞ്ഞു, മന്ത്രിമാരുടെ ഓഫീസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അറിയിക്കുന്നു, ഇത് സാങ്കേതികത്വം അപകടകരമാണ്, ആരെങ്കിലും കോടതിയിൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പദ്ധതികൾക്കെല്ലാം, ഈ തീരുമാനങ്ങളെല്ലാം മറുപടി പറയേണ്ടി വരും, അതിൽ വളരെ നിയമപരമായ സാങ്കേതികത്വം ബാധകമാണ്, അതുകൊണ്ട് ചട്ടങ്ങൾക്ക് പ്രകാരമല്ല, സാങ്കേതികത്വത്തിന് പ്രകാരമല്ല, നിയമങ്ങൾക്ക് പ്രകാരമല്ല ഇത്തരം ഉത്തരവിറക്കുന്നത്, അതുകൊണ്ട് ഇതെല്ലാം ചട്ടവിരുദ്ധമായിട്ട് പിന്നീട് വ്യാഖ്യാനിക്കപ്പെടും, അതുമല്ലാതെ ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെയും പ്രതിച്ഛായയും ബാധിക്കും, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ ഈ വിവരാവകാശ നിയമവും അതുപോലെ കോടതിയിൽ പോകാനുള്ള അവകാശമുള്ളപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് IAS ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അത്തരം IAS ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കുകയും അവരെ സ്ഥലം മാറ്റുകയും അവർ പറയുന്നതിനെ പരിപൂർണമായി തള്ളുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നതാണ് നമ്മൾ കാണേണ്ടത്. അത് കേരളത്തിലെ ഭരണ സംവിധാനത്തെ വല്ലാതെ താറുമാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും K. ഗോപാലകൃഷ്ണന്റെ എന്ന ഒരു IAS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ സസ്പെൻഡ് ചെയ്തത് പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് എന്ന് അന്ന് ഗവൺമെന്റ് വ്യക്തമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അയാൾ പൂർണ്ണമായിട്ടും ചട്ടത്തിനനുസരിച്ചിട്ടല്ല, അയാൾ വളരെ മതത്തിന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നും അത് ഗുരുതരമായ ഒരു IAS ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കാര്യമല്ലെന്നും വീഴ്ചയാണെന്നും അദ്ദേഹത്തിന്റെ ഫോൺ ഫോറൻസിക്കിന് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഫോണിലുണ്ടായിരുന്ന എല്ലാ രേഖകളും തെളിവുകളും അയാൾ നശിപ്പിച്ചുവെന്നും, അങ്ങനെ നശിപ്പിക്കുന്നത് പോലും ഒരു തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമാണ്, ഒരു IAS ഉദ്യോഗസ്ഥൻ തെളിവ് നശിപ്പിക്കുന്നത് തന്നെ വലിയൊരു കുറ്റകരമാണെന്നും, അതുപോലെ തന്നെ ഇതിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, ഒരു മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് ഒരിക്കലും ശരിയായ കാര്യമാണെന്നും കർശനമായ നടപടി എടുക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ സസ്പെൻഡ് ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും തിരിച്ചെടുത്തിരിക്കുന്നു. തിരിച്ചെടുത്തപ്പോൾ എന്തിനാണ് തിരിച്ചെടുത്തത്? ഇയാൾ ചെയ്തതെല്ലാം ശരിയായിരുന്നോ? ഇയാൾ ചെയ്തതെല്ലാം തെറ്റായിരുന്നോ? അന്ന് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിലെ യാഥാർത്ഥ്യങ്ങളെ മുഴുവനും വിഴുങ്ങേണ്ടി വന്നിരിക്കുന്നു ഇപ്പോൾ സർക്കാരിന്. അതാണ് നമ്മൾ ആ ഒരു വിഷയത്തിൽ കാണുന്നത്. 2, ഇപ്പോൾ കൃഷി വകുപ്പിൽ നിന്നും പെട്ടെന്ന് 2 ഉദ്യോഗസ്ഥന്മാരെയാണ് നീക്കം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അതിൻ്റെ പ്രധാന ഉന്നത ഉദ്യോഗസ്ഥനായ N. പ്രശാന്ത് IASനെ നീക്കം ചെയ്തു, അയാളെ സസ്പെൻഡ് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് ഇപ്പോൾ ഇതാ കൃഷി വകുപ്പിൽ നിന്ന് മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥനെ, അതായത് സർവകലാശാല വൈസ് ചാൻസലറും ഒക്കെയായ പ്രിൻസിപ്പൽ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഒക്കെയായ അശോകനെ, ഡോക്ടർ B. അശോകനെ മാറ്റിയിരിക്കുന്നു. എന്തിനാണ് മാറ്റിയതെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല. അതും അദ്ദേഹം ഈ സർക്കാരിൻ്റെ ഈ
തെറ്റായ നടപടികൾ, അതായത് നാളെ ചോദ്യം ചെയ്യപ്പെടാൻ ആർക്കും കോടതിയിലോ ചോദ്യം ചെയ്യാനും വിവരാവകാശം വഴി ചോദിച്ചാൽ പോലും പിന്നെ പുറത്ത് അറിയപ്പെടുകയും അങ്ങനെ സർക്കാരിന് മഹാമോശമായി മാറാനും സാധ്യതയുള്ള പിന്നെ ചില തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. പ്രധാനമായിട്ടും ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് യാതൊരു ടെൻഡറും ഇല്ലാതെ ഊരാളുകളിന് ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതി വിട്ടുകൊടുക്കുന്നതും വളരെ ഗുരുതരമായി നാളെ വലിയ പ്രശ്നമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെ അവിടെ നിന്നും മാറ്റിയത്. അങ്ങനെ ഗവൺമെന്റിനെ പിന്നെ പിന്താങ്ങിക്കൊണ്ട് കണ്ണുമടച്ചുകൊണ്ട് ചട്ടങ്ങളോ നിയമങ്ങളോ അതുപോലെ കീഴ്വഴക്കങ്ങളോ സാങ്കേതികത്വമോ ഒന്നും നോക്കാതെ ഗവൺമെന്റിനെ പിന്താങ്ങുന്ന IASകാരെ പ്രത്യേകിച്ച് പിന്നെ എല്ലാ സംവിധാനങ്ങളും എല്ലാ സാന്ത്വനങ്ങളും കൊടുത്ത് എല്ലാ പിന്തുണയും കൊടുത്ത് അവർക്ക് ഉയർന്ന സ്ഥാനങ്ങളും അവർക്ക് ഒന്നിലധികം ഉയർന്ന സ്ഥാനങ്ങളും അവർ റിട്ടയർ ആയാൽ അവർക്ക് വീണ്ടും പിന്നെ ഉയർന്ന സ്ഥാനങ്ങളിൽ പുനർനിയമനം നൽകുകയും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഒരുതരം പിന്നെ എന്തു പറയാം പിന്നെ ആശ്രിത വാത്സല്യത്തോടു കൂടിയുള്ള ഒരു നീക്കമാണ് ഒരു വിഭാഗം IASകാരെ. എന്നാൽ ശരിയായ കാര്യങ്ങൾ നടക്കണം. നാട്ടിലെ ഭരണ സംവിധാനത്തിന് ഒരു ക്രമമുണ്ട്. ആ ക്രമത്തിന് വിരുദ്ധമായിട്ട് ചട്ടവിരുദ്ധമായ ഒരു ഗവൺമെന്റ് പ്രവർത്തിക്കാൻ പറഞ്ഞാൽ അത് വളരെ അപകടകരമാവും. തങ്ങളുടെ കരിയറിനെ തന്നെ തങ്ങളുടെ പ്രവർത്തനങ്ങളെ തന്നെ പിന്നീട് അത് വളരെ ദോഷമായി ബാധിക്കുമെന്ന് ബോധ്യമാവുന്ന പല IAS ഉദ്യോഗസ്ഥരും ഈ സർക്കാരിൻ്റെ ഈ മോശം പ്രവൃത്തികളെ പിന്നെ ചോദ്യം ചെയ്യുമ്പോൾ അവരെ മുഴുവനും മാറ്റി നിർത്തി മറ്റൊരു പിന്നെ ശത്രുക്കളെ കാണുന്നത് പോലെ കാണുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെയാണ് ഇവിടെ IASകാരുടെ ഇടയിൽ പിന്നെ രണ്ട് ചേരി വന്നിരിക്കുന്നു. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥരെ, അതായത് ആരോഗ്യ വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി സ്ഥാനമുള്ള ആരോഗ്യവകുപ്പ് മേധാവിയായിരിക്കുന്ന ഖൊബ്രഗഡേക്ക് ഹൈക്കോടതി ഇപ്പോൾ വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അറസ്റ്റ് വാറണ്ട് പോലത്തെ കോടതിയിൽ വന്ന് നിന്നോളണം എന്നുള്ള പോലീസ് പിന്നെ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നു. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കണം എന്ന് ഒരു വകുപ്പ് മേധാവിയെ പിന്നെ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ സർക്കാരിൻ്റെ മുന്നിൽ കാണുന്ന ഏറ്റവും വലിയ നേട്ടമായിട്ട് അങ്ങനെ കാണുന്നത്. ഒരു ഉദ്യോഗസ്ഥനെ IAS ഉദ്യോഗസ്ഥനെ ഹൈക്കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വല്ലാത്ത ആ വാറണ്ട് പുറപ്പെടുവിക്കുന്നു, കോടതിയിൽ ഹാജരായിക്കോളെന്ന് പറയുന്നു. പലതവണ കോടതി പിന്നെ കോടതി അലക്ഷ്യ കേസ് എടുത്തിട്ടും കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞിട്ടും പോകാതിരുന്ന ഉദ്യോഗസ്ഥനെ വാറണ്ട് പുറപ്പെടുവിച്ച് കോടതിയിൽ എത്തിക്കണമെന്ന് പറയുമ്പോൾ അത് കേരള ചരിത്രത്തിൽ വളരെ അപൂർവമായി സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അതും പിണറായി സർക്കാരിൻ്റെ കാലത്ത് സംഭവിച്ചിരിക്കുന്നു. ഖൊബ്രഗഡെ പിന്നെ ഒരു പേരൂർക്കട ആശുപത്രിയിലെ അഡീഷണൽ സൂപ്രണ്ടായിരുന്ന ഡെപ്യൂട്ടി സൂപ്രണ്ടായിരുന്ന ഒരു ഡോക്ടർ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് പിന്നെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻ നൽകാതിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. ഹർജി 2023 പിന്നെ വിധിയായതാണ്. അയാൾക്ക് അർഹമായ ഈ പറയുന്ന ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന പ്രൊമോഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആരോഗ്യവകുപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതിന് എതിരായിട്ട് പിന്നെ ആരോഗ്യവകുപ്പ് കോടതിയിൽ പോവുകയാണ് ഉണ്ടായത്. അങ്ങനെ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി അത് തള്ളുന്നു. അത് കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ പോകുന്നു, സുപ്രീം കോടതിയും അത് തള്ളുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ റിവ്യൂ ഹർജി കൊടുത്തിരിക്കുന്നു. അങ്ങനെ കൊടുത്തിരിക്കുമ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണൻ പിന്നെ കോടതി അലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഹൈക്കോടതി ഈ വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഒരു ഉദ്യോഗസ്ഥനെ വാറണ്ട് പുറപ്പെടുവിക്കേണ്ട ഒരവസ്ഥയിൽ ഗവൺമെന്റിന്റെ പ്രതിച്ഛായ അത്രമാത്രം തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഇത് കാണുന്നത് നമുക്ക് കാണേണ്ടി വരുന്നു. എന്തായാലും നമ്മുടെ ഗവൺമെന്റിന്റെ ഭരണം വളരെ ചടുലമായിട്ടല്ല പോകുന്നത് എന്നത് വ്യക്തമാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.